ഫേസ് വാഷൊക്കെ എടുത്താലും ഞാനിങ്ങനെ ഇതുണ്ട് തീരാറായി കണ്ടോ, ഈ തീരാറായി ഇക്കിട്ട് വരുന്നില്ല ഇല്ലേ. അപ്പോൾ ഇങ്ങനെ കഴുത്തിലും തേക്കാം കേട്ടോ. ഹലോ ചക്കരകളെ, എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ മുഖത്തെ ചുളിവുകൾ മാറാനുള്ള നല്ലൊരു ഫേസ് മസാജും അതുപോലെ തന്നെ അത് എന്തുകൊണ്ട് ചെയ്താലാണ് നമ്മുടെ മുഖത്തെ ചുളിവ് മാറുന്നുള്ളതാണ് ഇന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ മുഖമൊക്കെ നല്ല യങ്ങായിട്ടിരിക്കാനായിട്ട് ഒരു ചുളിവ് പോലും വരാൻ, അതായത് 40 വയസ്സ് മുതൽ നമ്മളിത് ചെയ്യുവാണ്. ഇപ്പോൾ കുറച്ച് പുറമോട്ടയുള്ള ആൾക്കാർ, അതായത് ഒരു 30 വയസ്സ് 32 വയസ്സിലുള്ള ആരും അങ്ങനെ മസാജും കാര്യങ്ങളൊന്നും ചെയ്യത്തില്ലല്ലേ. അപ്പോൾ എന്തായാലും നിങ്ങൾ ആ ഒരു സമയത്ത് നിങ്ങൾ ഈ ഒരു മസാജ് ആഴ്ച 2 വട്ടം കൊടുക്കണം. അതുപോലെ തന്നെ 40 വയസ്സ് കഴിഞ്ഞ ഒരു മസ്റ്റായിട്ട് ഒരു മസാജ് ഡെയിലി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു 50-60 വയസ്സ് എത്തിയാലും നിങ്ങളുടെ മുഖം ഉണ്ടല്ലോ, ഈ സ്കിന്നിന് ചുളിവില്ലാതിരിക്കും, അതായത് ഒരുപാട് ചുളിവൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ യങ്ങായിട്ട് തന്നെ നിങ്ങളുടെ ഫേസ് ഇരിക്കും. അപ്പോൾ എപ്പോഴും നമ്മുടെ മസാജ്, ഇപ്പോൾ ഒരുപാട് പേര് മസാജ് കൊടുക്കുന്നുണ്ട്, പക്ഷേ അവർ കൊടുക്കുന്നത് റോങ് ആയിട്ടാണ്. അപ്പോൾ എന്നോട് വാട്സപ്പിൽ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ കറക്റ്റ് പറഞ്ഞു കൊടുക്കാറുണ്ട്. ഞാൻ കറക്റ്റ് കാണിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകത്തില്ല. പക്ഷേ നമ്മൾ ഒരിക്കലും നമ്മുടെ ഫേസ് ഇങ്ങനെ പിടിച്ച് വലിച്ചു കീറി ഒന്നും ചെയ്യരുത്. നമ്മൾ എപ്പോഴും വളരെ ഞാനിങ്ങനെ മസാജ് കാണിക്കുമ്പോഴത്തേനും നിങ്ങൾ വിചാരിക്കും ഭയങ്കര പ്രഷർ ചെയ്താൽ കൊടുക്കുന്നത്. അങ്ങനെയല്ല, വളരെ സോഫ്റ്റായിട്ടാണ് മസാജ് കൊടുക്കേണ്ടത്. എന്നാൽ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ. അല്ലാതെ മസാജ് കൊടുക്കുമ്പോൾ ഭയങ്കര ഇങ്ങനെ വലിച്ചെടുത്ത് മസാജ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് ഒത്തിരി ലൂസായി പോകും. അതെല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ റിസൾട്ട് കിട്ടിയ ഒരുപാട് പേരുണ്ട്, അവർ കറക്റ്റ് രീതിയിലാണ് ചെയ്യുന്നത്, അതുകൊണ്ട് അവർക്ക് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ അറിയാത്ത കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ട് കുറച്ച് ദിവസം ചെയ്യുക. അതിന് ശേഷം നിങ്ങളെന്താണ് നമുക്ക് മനസ്സിലാവും എങ്ങനെ ചെയ്യുന്നതുള്ളത്. അപ്പോൾ എപ്പോഴും മസാജ് ചെയ്യുമ്പോൾ വളരെ ഞാൻ ഇങ്ങനെ ഇപ്പോൾ പിടിച്ചെന്ന് വിചാരിക്കുക. അപ്പോൾ കുറച്ച് നമ്മളിങ്ങനെ പതുക്കെ പ്രസ് ചെയ്യണം, പക്ഷേ ഒരുപാട് ഇങ്ങനെ വലിച്ചു കൊണ്ടുവരും. പതുക്കെ ഒന്ന് നമ്മുടെ സ്കിന്നിനെ അറിയുകയും വേണം തൊടുന്നത്, എന്നാൽ ഒരുപാട് പ്രസ് ചെയ്ത് കൊടുക്കരുത്. നമ്മുടെ ആ ഒരു സ്കിന്നൊക്കെ വളരെ സോഫ്റ്റാണ് മുഖത്തെയൊക്കെ. അപ്പോൾ അതുകൊണ്ട് വളരെ ലൈറ്റായിട്ട് വേണം മസാജ് കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ കണ്ണിനടിയിൽ മസാജ് കൊടുക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഭയങ്കരമായിട്ട് ഇങ്ങനെ അങ്ങ് ചെയ്യും. അങ്ങനെ ചെയ്യരുത്. ഞാൻ എപ്പോഴും പറയുന്നതാണ് നിങ്ങളോട്, കൈ തൊടുന്നത് കണ്ണറിയരുത്. അതേ രീതിയിലുള്ള ഒരു മസാജാണ് കൊടുക്കേണ്ടത്. നമുക്ക് ടച്ച് ചെയ്യുന്നത് ഒരു ഫീൽ ചെയ്യണം. നമ്മുടെ ഈ കൈ ടച്ച് ചെയ്യുന്നത് നമുക്ക് ഫീൽ ചെയ്യണം. അതേ രീതിയിലാണ് നമ്മൾ മസാജ് കൊടുക്കേണ്ടത്. അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഒരുപാട് പേർക്ക് അങ്ങനെ സംശയങ്ങളുണ്ട്. അപ്പം ഞാൻ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പറഞ്ഞാൽ എന്താണ്, വാട്സപ്പിൽ വരും. അപ്പോൾ എന്നോട് ചോദിക്കും, ഇപ്പോൾ ഒരു വീഡിയോ ഇട്ടില്ലായിരുന്നോ, അതിൻ്റെ മസാജ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇങ്ങനെയാണോ ചെയ്യേണ്ടത്. അപ്പോൾ ഞാനത് കറക്റ്റ് രീതിയിൽ പറഞ്ഞു. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വാട്സപ്പിൽ വന്ന് ചോദിക്കുക, അതിന് യാതൊരു കുഴപ്പമില്ല. ഞാൻ എല്ലാവർക്കും അതിൻ്റെ റിപ്ലൈ കൊടുക്കുന്നുണ്ട്. ആരൊക്കെ ചോദിച്ചാലും അവർക്ക് റിപ്ലൈ കൊടുക്കാത്ത ഒരാളല്ല, ഞാൻ റിപ്ലൈ കൊടുക്കുന്ന ഒരാളാണ്. അത് എന്നോട് സംസാരിക്കുന്നവർക്കും വാട്സപ്പിൽ വരുന്നവർക്കും എല്ലാം അറിയാം. അപ്പം നമ്മുടെ മസാജും കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടുന്നുണ്ട്. കണ്ണിനടിയിലെ കറുപ്പ് മാറിയവരുണ്ട്, മുഖത്തെ റിങ്കിൾസ് കുറഞ്ഞവരുണ്ട്, കവിള് നന്നായിട്ട് തുടുത്ത ആൾക്കാരുണ്ട്, ഒത്തിരി പേരുണ്ട്. അപ്പം നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തു പോകാം. നമുക്ക് ചെയ്യുമ്പോഴല്ല അതിൻ്റെ റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്തു പോകുക. അപ്പോൾ എപ്പോഴും നമ്മുടെ ഫേസൊക്കെ ഒരു 60 വയസ്സായാലും നമ്മുടെ ഫേസൊക്കെ അത്യാവശ്യം ചുളിവൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ, മെയിനായിട്ട് നമ്മുടെ ഫേസിൽ വരുന്ന ടാന്, കരിവാളിപ്പൊക്കെ അടിച്ച് പിഗ്മെൻറ്റേഷനൊക്കെ അടിച്ച് ഫേസ് ഭയങ്കരമായിട്ട് ഡള്ളായി പോകും. ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ അതൊന്നും ഇല്ലാതെ നമ്മുടെ ഫേസ് വളരെ യങ്ങായിട്ട് നല്ല ഷൈനിങ് ആയിട്ടൊക്കെ ഇരിക്കാനായിട്ട് നമ്മൾ ഈ ഒരു മസാജ് ചെയ്യുവാണെങ്കിൽ അടിപൊളി റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ എന്താണ്, എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാനേ കാണണം. അതുപോലെ പുതിയതായിട്ട് കാണുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇഷ്ടമാകുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറന്നുമല്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു മസാജ്, ഫേസ് മസാജ് അങ്ങനെ ചെയ്തെടുക്കാം. അത് എന്തുകൊണ്ടാണ് ചെയ്യുന്നതുകൂടെ കണ്ടുപോകാം. നമുക്ക് എങ്ങനെയാണെന്ന് നോക്കിയാലോ. പിന്നെ എൻ്റെ ചക്കര മുത്തുകളെല്ലാം ഓടി വന്നേ. അപ്പോൾ അതിനായിട്ട് എന്താണ് ആദ്യം വേണ്ടതെന്ന് നമുക്ക് നോക്കിയാലോ. അതിനായിട്ട് ആദ്യം വേണ്ടത്, നമുക്ക് ഇതിൽ പൈസ മുടക്കുള്ള സാധനമാണ്, പക്ഷേ നമ്മൾ പലവിധ ക്രീമുകൾ, റിങ്കിൾസിനുള്ള ക്രീമുകളും പിന്നെ ഫേസ് വൈറ്റനിങ് ആകാനുള്ള ക്രീമുകളും ഒക്കെ മേടിച്ച് കാശ് കളയുന്നുണ്ടല്ലേ. അപ്പോൾ അതിനെല്ലാം മാറ്റി നിർത്തിയിട്ട് നമുക്ക് പ്രയോജനം ചെയ്യുന്നൊരു സാധനമാണ് നമ്മുടെ കുങ്കുമപ്പൂവ്. അപ്പോൾ ഇത് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ആവശ്യത്തിനനുസരിച്ച് മാത്രമേ ഇത് ഉപയോഗിക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ നല്ല കുങ്കുമപ്പൂ തന്നെ എടുക്കാൻ ശ്രമിക്കുക. ഇതിൽ നിന്നൊരു പിഞ്ച് മതി, ഒത്തിരി ഒന്നും വേണ്ട, ഒരു നുള്ള് എടുത്താൽ മാത്രം മതി. അപ്പോൾ ഇത് കുറേ നാൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളൊരു കെമിക്കൽ ക്രീം വാങ്ങിച്ചാൽ എത്ര രൂപ ആവും? 1000 രൂപ ആവും. നല്ല ബ്രാൻഡൊക്കെയാണ് 1000 ആകും, അല്ലെങ്കിൽ 500 ആകും. ഇങ്ങനത്തെ വിലയൊക്കെ ആകത്തില്ല. അതിലും ഭേദം നമുക്ക് പ്യുവറായിട്ട് കുങ്കുമപ്പൂ വാങ്ങിച്ച് വെച്ചാൽ പോരെ. അപ്പോൾ പല സാധനങ്ങൾ കൊണ്ട് നമുക്ക് ഇതുപോലെ മസാജ് ചെയ്യാം. അപ്പോൾ അതിലൊന്നാണ് ഞാൻ കാണിക്കുന്നത്. അടിപൊളി റിസൾട്ടാണ്. പെട്ടെന്ന് പിഗ്മെൻറ്റേഷൻ കുറയാൻ സഹായിക്കും, ബ്രൈറ്റ് ആവും, അതുപോലെ തന്നെ റിങ്കിൾസ് കുറയാനും സഹായിക്കും.
അപ്പം ഒരു സ്പൂണ് പാലെടുത്തിട്ടുണ്ട്, അതിലേക്ക് ഇത് ഒരു പിഞ്ച് നമ്മുടെ കുങ്കുമപ്പൂ ഇട്ട് കൊടുക്കുവാണ്. അപ്പോൾ ഇത് ഇടുമ്പം തന്നെ അതിന് പെട്ടെന്ന് കളറാവത്തില്ല, കുറച്ച് നേരം കഴിയണം. ഇതിൻ്റെ കളറെല്ലാം ഈ പാലിനകത്ത് ഇറങ്ങിയിട്ട് മാത്രമേ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യാവുള്ളൂ. അതെല്ലാവരും ഓർക്കണം. നല്ല രീതിയിൽ നമ്മുടെ സ്കിന്ന് ബ്രൈറ്റ് ആവാനായിട്ടും റിങ്കിൾസ് കുറയാനായിട്ടും എല്ലാം സഹായിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കഴിഞ്ഞ് ഒരു സ്റ്റെപ്പും കൂടെ ഉണ്ട്, അതും കൂടെ കണ്ടിട്ടാണ്, അതും കൂടെ നിങ്ങൾ ചെയ്യണം കേട്ടോ. അപ്പോൾ വേണ്ടേ പാലിനകത്ത് വേണ്ടേ ഈ കുങ്കുമപ്പൂ ഇട്ടിട്ട് കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. ഇതിനകത്ത് എത്രത്തോളം കാണുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ നമുക്കൊരു പീച്ച് കളർ പോലെ, നിങ്ങൾക്ക് അറിയാമല്ലോ അതിൻ്റെ കളറ്, അപ്പോൾ ആ ഒരു കളർ കിട്ടിയിട്ടുണ്ട്. അപ്പം ആദ്യമേ നമുക്ക് നിങ്ങളുടെ ഫേസ് വാഷ് ഉണ്ടെങ്കിൽ ഫേസ് വാഷ് ഇട്ട് വാഷ് ചെയ്യുക, ഇല്ലെങ്കിൽ ബേബി സോപ്പ് ഇട്ടൊന്ന് വാഷ് ചെയ്യുക കേട്ടോ. കെമിക്കൽ സോപ്പ്, അതായത് ഭയങ്കര കാരം കൂടിയ സോപ്പ് ഇട്ട് ഫേസ് വാഷ് ചെയ്യരുത്. അപ്പോൾ എല്ലാവരും എന്നോട് വാട്സപ്പിൽ ഒരുപാട് പേര് വന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ ഏത് ഫേസ് വാഷാണ് യൂസ് ചെയ്യുന്നതെന്ന്. അപ്പം ഞാൻ ഉപയോഗിക്കുന്ന ഫേസ് വാഷ് നമ്മുടെ ഡോക്ടർ ആൻഗിയുടെ ഫേസ് വാഷാണ്. വൈറ്റമിൻ ഇ പ്ലസ് സി, വൈറ്റമിൻ ഇ, വൈറ്റമിൻ എ, അതുപോലെ തന്നെ എന്താ പറയുക സ്കിൻ ബ്രൈറ്റ് ആവാനായിട്ടും അതുപോലെ തന്നെ ഗ്ലോ കിട്ടാനായിട്ടും ടാൻ മാറാനായിട്ടും സൺ പ്രൊട്ടക്റ്റിനും എല്ലാം നല്ലൊരു ഫേസ് വാഷാണ് ഈ ഒരു ഡോക്ടർ ആൻഗിയുടെ ഫേസ് വാഷ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയിലൂടെ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. അതിൽ കയറി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഓഫറൊക്കെ കാണും, അതിൽ നിങ്ങൾ സെലക്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും എന്തെടുത്താലും ഞാൻ ഇങ്ങനെ എടുക്കത്തുള്ളൂ കേട്ടോ. ക്രീമാണെങ്കിലും ഫേസ് വാഷൊക്കെ എടുത്താലും ഞാനിങ്ങനെ തീരാറായിട്ടുണ്ടോ തീരാറായി എക്കിട്ട് വരുന്നില്ല ഇല്ലേ. വളരെ കുറച്ചെടുത്താൽ മതി കേട്ടോ, നടന്നു എടുക്കേണ്ട നല്ല പതയാണ് കേട്ടോ. ഇനി നമ്മുടെ മുഖമൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന്, ഇപ്പം ഞാൻ ആദ്യമേ ഒന്ന് എന്താ പറയുക ഫേസ് വാഷ് ചെയ്തിട്ട് തരാമെന്ന് വെച്ചാൽ നിങ്ങളെ ഒന്ന് നമ്മൾ ഫേസ് വാഷ് ചെയ്യുന്നതിന് ഒരു രീതിയുണ്ട് കേട്ടോ, അതാണ് ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വെച്ചത്. ഇപ്പം ഫേസ് വാഷ് യൂസ് ചെയ്യാൻ അറിയാൻ മേലാത്തവർക്കാണ് കേട്ടോ. ഫേസ് വാഷ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ഫേസ് വാഷ് ഇട്ട് ഒരു മസാജ് കൊടുക്കുന്നത് നല്ലതാണ്. അത് നമ്മുടെ കവിള് നല്ലതായിട്ട് തുടുക്കാനായിട്ടും നല്ല ഗ്ലോ വരാനായിട്ടും നല്ല രീതിയിൽ നമ്മുടെ ഫേസൊക്കെ നല്ല രീതിയിൽ ഇരിക്കാനായിട്ട് സഹായിക്കും. നമ്മൾ ഫേസ് വാഷ് ഇട്ടിട്ട് ഒരു മസാജ് കൊടുക്കേണ്ട എപ്പോഴും ഞാൻ എങ്ങനെ എപ്പോഴും ചെയ്യുന്നു കേട്ടോ. ഞാൻ ചെയ്യുന്ന രീതി നിങ്ങൾക്ക് കാണിച്ചു തരാം. എപ്പോഴും നമ്മൾ മേളിലോട്ട് മസാജ് കൊടുക്കുക, താഴോട്ട് ഇങ്ങനെ ഇട്ട് വരയ്ക്കരുത്, ഇങ്ങനെ മസാജ് കൊടുക്കുക. ഇപ്പം ഞാൻ കണ്ണും ഫേസ് വാഷ് യൂസ് ചെയ്യും. ഞാൻ കണ്ണി ചെയ്യുന്നില്ല, കാരണം ഞാൻ കണ്ണൊക്കെ എഴുതിയിട്ടുള്ളതുകൊണ്ട് അതൊക്കെ പോകുന്നതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ. മൊത്തം നമ്മുടെ കണ്ണിലെല്ലാം ഇങ്ങനെ ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് ചെയ്തിട്ട് മസാജൊക്കെ കൊടുക്കാവേ ഫേസ് വാഷ് ചെയ്യുമ്പോൾ. അപ്പോൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ കവിളൊക്കെ നന്നായിട്ട് എടുത്തു വരാനായിട്ട് ഒത്തിരി സഹായിക്കും ഈ ഫേസ് വാഷ് നമ്മൾ ചെയ്യുമ്പോൾ. ഫേസ് വാഷൊക്കെ മുഖത്തൊട്ട് അങ്ങോട്ടും എല്ലാം തേച്ച് പിടിപ്പിച്ചിട്ട് വേഗം ഒന്ന് കഴുകി ഇറങ്ങുക, അങ്ങനെയല്ല ഫേസ് വാഷ് ചെയ്യുന്നത്. അതിന് ഓരോ രീതിയുണ്ട്. ഇപ്പം ഞാൻ കാണിച്ചു തരാം. ഒരു മിനിറ്റെങ്കിലും നമ്മൾ നന്നായിട്ട് 1-2 മിനിറ്റ് ചെയ്താൽ നല്ലതാണ്, 2-3 മിനിറ്റ് ചെയ്താലും നല്ലതാണ്. മസാജ് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. രാവിലെ ഒന്നും ഉണ്ടോ ഭയങ്കരമായിട്ട് പ്രസ് ചെയ്തില്ല കേട്ടോ, സോഫ്റ്റ് ആയിട്ടാണ് ഞാൻ ഇങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ പ്രസ് ചെയ്ത് ഭയങ്കരമായിട്ട് ഹാർഡായിട്ടാണ് ചെയ്യുന്നത്. ഹാർഡായിട്ടല്ല, സോഫ്റ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മസാജ് കൊടുക്കുക, മുഖം ഒന്ന് തുടയ്ക്കുക. അപ്പം മുഖം തുടയ്ക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ തുടയ്ക്കുന്നത്. നമ്മൾ ജസ്റ്റ് ഒന്ന് ഒപ്പിയെടുക്കുക. നമ്മുടെ മുഖം എപ്പോഴും ഫേസ് വാഷൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് ഒപ്പിയെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ കുങ്കുമപ്പൂ എല്ലാം ഇട്ട് വെച്ച പാല് നല്ല രീതിയിൽ നല്ല നിറമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ, നല്ല കളർ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു ബ്രഷ് വെച്ചിട്ട് നമുക്ക് ഫേസിൽ തേച്ച് കൊടുക്കാം. അപ്പോൾ ഈ കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് മാറാനായിട്ടും ഒക്കെ സഹായിക്കും. അപ്പോൾ അവിടെയൊക്കെ തേക്കാം കേട്ടോ. അപ്പം ഞാൻ ഫേസിൽ തേച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വലിയണം. നന്നായിട്ടൊന്ന് വലിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത കാര്യം ചെയ്ത് കൊടുക്കാവുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വലിയിട്ട് കേട്ടോ. ഒരുപാട് നല്ലതാണ്. പാൽ ഒത്തിരി ഗുണമുണ്ട്. പാലിൽ നിങ്ങൾക്ക് പറയാൻ പറ്റാത്ത ഗുണമുണ്ട്. ടാൻ നന്നായിട്ട് പിഗ്മെൻറ്റേഷൻ കുറയാനായിട്ടും നല്ല രീതിയിൽ നമ്മുടെ സ്കിന്ന് സ്മൂത്ത് ആവാനായിട്ടും സ്കിന്ന് റിപ്പയർ ചെയ്യാനായിട്ടുള്ള കഴിവെല്ലാം നമ്മുടെ ഈ ഒരു പാലിനുണ്ട് കേട്ടോ. അപ്പോൾ കുങ്കുമപ്പൂ ഇട്ട് കഴിയുമ്പോൾ അതിൻ്റെ ഇരട്ടി റിസൾട്ടാണ്. നല്ല രീതിയിൽ റിങ്കിൾസ് കുറയ്ക്കാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ കുങ്കുമപ്പൂ നമ്മുടെ ടാന പിഗ്മെൻറ്റേഷനൊക്കെ മാറാൻ സഹായിക്കുന്നു. ഒരുപാട് ഗുണങ്ങൾ ഈ കുങ്കുമപ്പൂവിനും പാലിനും ഉണ്ട് കേട്ടോ. കുങ്കുമപ്പൂവും പാലും നമ്മൾ ഉള്ളിലോട്ട് കുടിക്കുന്നതാണല്ലോ അല്ലേ. അപ്പോൾ അതിന് ഒരുപാട് ഗുണമുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിതൊന്ന് വലിഞ്ഞതിന് ശേഷം ഞാൻ കാണിക്കാം. ഒരു 20 മിനിറ്റ് നമ്മുടെ ഫേസിൽ വെക്കുക. ഓക്കെ, അത്രേ ഉള്ളൂ. 20 മിനിറ്റ് കഴിഞ്ഞു. അപ്പോഴത്തേനും നമ്മുടെ ആ ഒരു സ്കിന്നിലോട്ട് നന്നായിട്ട് അബ്സോർവ് ആയിട്ടുണ്ട്. നല്ല രീതിയിൽ അബ്സോർവ് ആയിട്ടുണ്ട് നമ്മുടെ
ആ ഒരു കുങ്കുമപ്പൂവും പാലും കൂടെ കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഒന്ന് തേച്ച ആ ഒരു സാധനം നമ്മൾ തുടച്ച് മാറ്റണ്ട, നമ്മൾ അതിൻ്റെ പുറത്തോട്ടാണ് നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഓയിലാണ് യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് പാലിനും കുങ്കുമപ്പൂവും മിക്സ് ചെയ്തിട്ട് അതിനകത്തോട്ട് ഓയിൽ ഒഴിക്കുമ്പോൾ നമുക്ക് അതത്ര എഫക്റ്റ് ആകത്തില്ല. അതുകൊണ്ട് ഫസ്റ്റ് ഇത് ചെയ്തിട്ട് വേണം നിങ്ങൾ ഓയിൽ മസാജ് ചെയ്യാൻ. അപ്പോൾ അതിന് വേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആൽമണ്ട് ഓയിൽ, ഒലിവ് ഓയിൽ, അതുപോലെ തന്നെ ജോജോബ ഓയിൽ, അതുപോലെ തന്നെ പിന്നെ വെർജിൻ കോക്കനട്ട് ഓയിൽ, വെളിച്ചെണ്ണ. നിങ്ങൾക്ക് കുരുക്കളൊന്നും വരുന്നില്ലെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കുക. നിങ്ങൾക്ക് ഏത് ഓയിലാണ് നിങ്ങളുടെ ഫേസിൽ സ്യൂട്ടാകുന്ന ആ ഓയിൽ ഉപയോഗിക്കുക. കുരുക്കളൊക്കെ ഒരുപാട് വരുന്നവരാണെങ്കിൽ എള്ളെണ്ണ ഉപയോഗിക്കുക. അപ്പം ഞാൻ എടുക്കുന്നത് നമ്മുടെ ഈ ഒരു സാഫ്രോൺ ഓയിൽ തന്നെയാണ്, കുങ്കുമപ്പൂവിൻ്റെ ഓയിൽ തന്നെയാണ്. ഇതിട്ട് ഞാൻ ചിലപ്പോൾ ഇടയ്ക്കൊക്കെ മസാജ് ചെയ്യാറുണ്ട്. അപ്പം ഈ ഒരു ഓയിലാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങളുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ തേച്ചതിൻ്റെ പുറത്ത് നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാമെന്ന് പറഞ്ഞത്. അപ്പോൾ എൻ്റെ ഇത് ഉള്ളതുകൊണ്ട് ഞാൻ ഈ ഒരു ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഉപയോഗിക്കുക, ഈ 2 വിരൽ ഉപയോഗിക്കുക. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് ലിഫ്റ്റ് ചെയ്ത് വെക്കുക. ഒരു 30 സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്ത് വെക്കുക ആണ് കേട്ടോ. അതായത് നമ്മുടെ ഇണവിരൽ കഴിഞ്ഞിട്ടുള്ള വിരലും അതിൻ്റെ തൊട്ടിപ്പുറത്തെ വിരലും ഓക്കെ ലിഫ്റ്റ് ചെയ്യുക, ഒന്ന് ഹോൾഡ് ചെയ്ത് വെക്കുക ഒരു 30 സെക്കൻഡ്. ഇങ്ങനെ ഒരു 10 വട്ടം നിങ്ങൾ ചെയ്യുക. ഇവിടുത്തെ ആ റിങ്കിൾസൊക്കെ നന്നായിട്ട് മാറിക്കിട്ടാൻ സഹായിക്കും. അതുപോലെ തന്നെ കവിളൊക്കെ നന്നായിട്ട് തുടുക്കാനായിട്ട് സഹായിക്കും. ഇങ്ങനെ ഒരു 10 വട്ടം നമുക്കിങ്ങനെ 30 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് പിടിക്കാം. പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്ന മസാജുകളാട്ടോ. ഞാനിപ്പോൾ 30 സെക്കൻഡ് ആക്കുന്നില്ല, ഞാൻ പറഞ്ഞു തരുവാണ് നിങ്ങൾക്ക്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു 3 വിരലെടുക്കുക. 3 വിരലെടുത്തതിന് ശേഷം നമ്മുടെ ഈ തള്ളവിരൽ അത് ഇവിടെ പിടിക്കുക. ഇവിടെ പിടിച്ചതിന് ശേഷം നമ്മൾ അവിടെ ഇങ്ങനെ പ്രഷർ ചെയ്ത് പിടിച്ചേക്കുക. എന്നിട്ട് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് വലിച്ച് ഈ ഒരു ചെവിയുടെ പുറകിലോ ഇവിടെ ഈ ചെവിയുടെ ഇവിടോട്ട് വലിച്ചു വിടുക. വീണ്ടും നമ്മൾ വലിച്ചു വിടുക. ഇതൊരു 10 പ്രാവശ്യം ചെയ്യുക. നെക്സ്റ്റ് നമ്മൾ ഈ 2 വിരൽ, ഈ ചൂണ്ടുവിരലില്ലേ അതിങ്ങനെ എടുക്കുക, ഇങ്ങനെ മടക്കി പിടിക്കുക. എന്നിട്ട് നമ്മളത് ഇങ്ങനെ പിടിക്കുക. ഇങ്ങനെ എടുത്തതിന് ശേഷം ചുണ്ടടുപ്പിച്ച് പിടിക്കുക. ഇതൊരു 10 വട്ടം നമ്മൾ ചെയ്യുക. നെക്സ്റ്റ് നമ്മൾ കൈ കൂപ്പി പിടിക്കുന്ന പോലെ പിടിക്കുക. എന്നിട്ട് ജസ്റ്റ് ഇങ്ങോട്ട് വെക്കുക. ഇങ്ങനെ ഒന്ന് ഹോൾഡ് ചെയ്ത് ഒരു 30 സെക്കൻഡ് വെക്കുക. വീണ്ടും നമ്മൾ കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ വലിച്ചെടുക്കുക. ഈ ഭാഗത്തോട്ട്, അതായത് ഈ സൈഡിലോട്ട് ഇങ്ങനെ എടുത്തിട്ട് ഹോൾഡ് ചെയ്ത് 30 സെക്കൻഡ് പിടിക്കുക. എൻ്റെ കയ്യിൽ ഇവിടെ വെച്ചിട്ട് പൊള്ളിയിട്ടുണ്ട് കേട്ടോ, അതാണൊരു പാട്. നല്ല രീതിയിൽ ചുളിവ് മാറാൻ സഹായിക്കുന്ന ഒരു മസാജാണ്. ഇതുണ്ടോ, ഇവിടുത്തെ എല്ലാം ചുളിവ് മാറും. ഇങ്ങനെ ഹോൾഡ് ചെയ്ത് ടൈറ്റാക്കി ഇങ്ങനെ കൊണ്ട് പിടിക്കണം 30 സെക്കൻഡ്. ഇതൊരു 10 വട്ടം തന്നെ നമ്മൾ ചെയ്യുക. പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു മസാജാണിത് കേട്ടോ.
നെക്സ്റ്റ് നമ്മൾ ഈ മൂക്കിൻ്റെ ഇവിടുന്ന് നമ്മളിത് ഇങ്ങനെ ഒരു മസാജ് കൊടുക്കുക. അതായത് ഈ ഒരു ഏരിയയിൽ. ഇത് നമ്മളൊരു 10 വട്ടം ചെയ്യുക. നെക്സ്റ്റ് നമ്മൾ കൈ ഇങ്ങനെ പിടിച്ചതിന് ശേഷം ഈ ഒരു മസാജ് കൊടുക്കുക. ഇവിടെ ഒന്നിങ്ങനെ വലിച്ചു പിടിക്കുക. പ്രസ് ചെയ്ത് പിടിച്ചതിന് ശേഷം ഇതൊരു 10 വട്ടം കൊടുക്കുക. അടുത്ത ഇത് വലിച്ചു പിടിച്ചതിന് ശേഷം ഇവിടെ 10 വട്ടം കൊടുക്കുക. കണ്ണിൻ്റെ ഇവിടെ ഐബ്രോസ് അപ്ലിഫ്റ്റ് ചെയ്ത് ഇത് ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ളതാണ്. നിങ്ങൾക്ക് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ പറയുന്നത്. നല്ല പൊക്കിയെടുത്തിന് മസാജ് ചെയ്യുക. ഏറ്റവും നല്ലൊരു മസാജാണ്. നമ്മുടെ കൺതടങ്ങളൊക്കെ നല്ല രീതിയിൽ കറുപ്പ് മാറാനായിട്ടും അതുപോലെ തന്നെ ഐബ്രോസ് നല്ല ഷേപ്പായിട്ടിരിക്കാനായിട്ടും ഒക്കെ സഹായിക്കുന്ന മസാജാണ്. അപ്പോൾ കണ്ണ് കൂട്ടി ഇവിടവും കൂട്ടി മസാജ് കൊടുക്കുക. പ്രഷർ പോയിന്റിൽ കൊണ്ട് ടച്ച് ചെയ്യുക. ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് 10 വട്ടം. നേരെ ഇങ്ങനെ പിടിക്കുക. പിടിച്ചതിന് ശേഷം ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ്. ഐബ്രോസ് ലിഫ്റ്റ് ചെയ്ത് പിടിക്കുക. ഇവിടെ ഒരു മസാജ് കൊടുക്കുക. ഇവിടുത്തെ നല്ല രീതിയിലുള്ള റിങ്കിൾസ് കുറയാൻ സഹായിക്കുന്ന ഒരു മസാജാണ്. ഇതൊരു 10 വട്ടം നമ്മൾ കൊടുക്കുക. നെക്സ്റ്റ് ഐബ്രോസ് ലിഫ്റ്റ് ചെയ്ത് പിടിക്കുക. മസാജ് കൊടുക്കുക. ഇത് കണ്ണ് അടച്ചുകൊണ്ട് കൊടുക്കുന്നത് കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് കണ്ണ് തുറന്ന് പിടിക്കുകയാണ്. ലിഫ്റ്റ് ചെയ്ത് പിടിക്കണേ. എന്നിട്ട് ഇവിടെ ഒരു 10 വട്ടം മസാജ് കൊടുക്കുക. നെക്സ്റ്റ് നമ്മുടെ താടി ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക. പത്ത് വട്ടം ചെയ്യുക. അപ്പർ ലിപ്പ് ഒരു മിനിറ്റ് ചെയ്യുക. താടി 10 വട്ടം ചെയ്യുക. ഇവിടെ 8 ചെയ്യുക. ഒരു 8 മസാജ് കൊടുക്കുക. 8 ഈ 2 വിരലെടുക്കുക. മടക്കി പിടിക്കുക. ഈ ഒരു മസാജ് 10 വട്ടം ചെയ്യുക. വളരെ സോഫ്റ്റായിട്ട് ചെയ്താൽ മതി. ഈ ഒരു മസാജ് ചെയ്യുക. ഇങ്ങനെ പിടിക്കുക. ചുണ്ടിൻ്റെ ഇവിടെ പിടിക്കുക. കൈ ഊപ്പി പിടിക്കുക. മുഖം മൊത്തം എടുക്കുക. മസാജ് ചെയ്യുക. പത്ത് വട്ടം ചെയ്യുക. മൂക്കിൻ്റെ ഇവിടെ പത്ത് വട്ടം. വലിച്ചു വിടുക. 10 വട്ടം. ഐബോളിന് മസാജ് കൊടുക്കുക.
മോതിരയിൽ വെച്ച് ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് പ്രഷർ പോയിന്റ് ടച്ച് ചെയ്യുക. ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് പ്രഷർ പോയിന്റ് ടച്ച് ചെയ്യുക. ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് പ്രഷർ പോയിന്റ് ടച്ച് ചെയ്യുക. ഇതൊരു 10 വട്ടം കൊടുക്കുക. ഇത്രയും മസാജേ ഉള്ളൂ. ഇത് ഞാനിപ്പോൾ ടൈം കുറച്ചാണ് കാണിക്കുന്നത്. നിങ്ങൾ കറക്റ്റ് പല്ലം 10 വട്ടവും 1 മിനിറ്റ് എന്ന് പറയുന്ന 1 മിനിറ്റും ഹോൾഡ് ചെയ്ത് വെക്കാൻ പറയുന്ന 30 സെക്കൻഡും ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ 1 മാസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട്, ഒരാഴ്ച കൊണ്ട് തന്നെ നിങ്ങൾക്ക് റിസൾട്ട് അറിയാൻ പറ്റും കറക്റ്റായിട്ട് ചെയ്യുവാണെങ്കിൽ. അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് അതിന് റിസൾട്ട് കിട്ടുന്ന ഒരു ഫേസ് മസാജും ആ ഒരു നമ്മൾ മുമ്പേ കാണിച്ചില്ലേ അതൊക്കെ തേച്ചിട്ട് ചെയ്യുവാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും. നിങ്ങളുടെ ആ ഒരു ടാനൊക്കെ മാറി വരുന്നതായിട്ട് കാണാൻ സാധിക്കും. പിഗ്മെൻറ്റേഷൻ കുറയും. അപ്പം നല്ല യങ്ങായിട്ട് ഫേസ് ഇരിക്കാൻ സഹായിക്കുന്ന അടിപൊളി മസാജാണ്. ഇനി നമുക്ക് ടാപ്പിങ്, പാറ്റിങ്, പിഞ്ചിങ് ചെയ്ത് സ്റ്റോപ്പ് ആക്കാം. അപ്പോൾ അതെല്ലാവർക്കും ഞാൻ പറഞ്ഞ അറിയാമല്ലോ. അപ്പോൾ ആദ്യം ടാപ്പിങ്, പിന്നെ പാറ്റിങ്, പിഞ്ചിങ്. പിച്ചി പറിക്കണ്ട, ജസ്റ്റ് ഒന്ന് പിഞ്ച്. അപ്പോൾ ഇത് നമ്മൾ ഫേസിലൊക്കെ തേച്ചിട്ടിപ്പം മസാജൊക്കെ ചെയ്തു. ഇനി ഒരു 20 മിനിറ്റ് നമുക്ക് വെറുതെ ഫ്രീ ആയിട്ട് അങ്ങ് വിട്ടേക്കുക. അതിനുശേഷം നിങ്ങൾക്ക് മൈൽഡായിട്ടുള്ള നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫേസ് വാഷ്, നമ്മൾ ഫേസ് വാഷൊക്കെ ചെയ്തിട്ടാണ് ഇത് ഉപയോഗിച്ചത്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡ്രൈ സ്കിന്നുകാർ, ഇപ്പോൾ ഒരു ഡിസംബർ മാസമൊക്കെ ഒരു ഡ്രൈ സ്കിന്നുകാരാണെങ്കിൽ നിങ്ങളത് ഇങ്ങനെ ചെയ്തിട്ട് നിങ്ങൾ കയറി കിടന്നു കഴിഞ്ഞാൽ രാവിലെ എന്തെങ്കിലും കടലമാവൊക്കെ ഇട്ട് കഴുകി കളയുക. ഡ്രൈ സ്കിന്നുകാർ. ഓയിലി സ്കിൻ, നല്ല ഓയിലി സ്കിന്നുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ബേബി സോപ്പോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫേസ് വാഷ് ഏതാണ് അതിട്ടിട്ട് കഴുകി കളയുക. എനിക്ക് ഓയിലി സ്കിന്നാണ് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് കഴിഞ്ഞ് 20 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഫേസ് വാഷ് ഇട്ടിട്ട് കഴുകി കളയും. പിന്നെ അത് കഴുകി കളയണമെന്ന് നിങ്ങളെ കാണിയത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതുപോലെ നിങ്ങൾ ചെയ്യുക. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്തു നോക്കാൻ മറക്കല്ലേ. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതിന് എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.